മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ സമദ് ചൂട്ടാട്, തസ്ലീം അടിപ്പാലം, റിയാസ് കെ.വി എന്നിവരെ അകാരണമായി പഴയങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെച്ചുവെന്നാരോപിച്ച് മുസ്ലിം ലീഗ് പഴയങ്ങാടിയിൽ പ്രകടനം നടത്തി. കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ്, മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ്, കല്യാശ്ശേരി മണ്ഡലം യൂത്ത് ലീഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുസ്ലിം ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. കേരളത്തിലെ റോഡുകളിൽ കാണുന്നവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പേടിത്തൊണ്ടനായ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി കേരളത്തിലെ മുഴുവൻ റോഡുകളും അടച്ചിടുകയും റോഡിൽ വാഹനങ്ങളിലടക്കം സഞ്ചരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഭീരുത്വമാണെന്നും ഇത് കേരള നാടിന് അപമാനവും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു. രാത്രി 7:30 മണിയോടെ 3 പേരെയും പോലീസ് വിട്ടയച്ചു. 3 പേരെയും ഹാരാർപ്പണം നടത്തി ആനയിച്ച് ആഹ്ലാദ പ്രകടനവും നടത്തി. നമുക്കറിയാം, അധിക ബജറ്റ് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ പ്രധാനമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് സമരങ്ങളിലേക്ക് മുന്നോട്ട് വന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് സമരപരിപാടി നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ കടന്നു പോകുന്നതിന് രാവിലെ മുതൽ തന്നെ നമ്മൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ പല പ്രവർത്തകരെയും പ്രധാനമായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ തസ്ലീമിന്റെ ഉപ്പയുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർ യാത്ര പോകുന്ന സമയത്താണ് ഏകദേശം ഹൈവേയിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെ വെച്ച് ടെലിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു ഭീകരമായൊരു അടിയന്തരാവസ്ഥയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. നമ്മുടെ MSFന്റെ കണ്ണൂർ ജില്ലാ ക്യാമ്പസ് കൺവീനർ തസ്ലീം അടിപ്പാലത്തിൻ്റെ പിതാവ് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ കടയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട റിയാസുമായി പോകുന്ന വഴി എറന്തല വെച്ച് പഴയങ്ങാടി പോലീസ് ഞങ്ങളെ കാണുകയും വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും ഞങ്ങളോട് കയറാൻ പറയുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കാരണത്താലാണ് ഞങ്ങൾ കൂടെ വരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്നു എന്നാണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞത്. തസ്ലീം അടിപ്പാലത്തിൻ്റെ ഉപ്പായെ പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ അസുഖബാധിതനായി അഡ്മിറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോവുകയാണ്. എൻ്റെ സഹപ്രവർത്തകനായ സമദ്, മാടായി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ഞങ്ങൾ പോകുന്ന വഴി തസ്ലീം അടിപ്പാലത്തിനെ അവിടെ കണ്ടുമുട്ടുകയും ഞങ്ങളത് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ പോലീസ് വാഹനം അവിടെ വരികയും SKP സെക്കരിയ, PV ഇബ്രാഹിം, SU റഫീഖ്, AP ബദറുദ്ദീൻ, B മുഹമ്മദ് അഷ്റഫ്, PV അബ്ദുൽ ഗഫൂർ, K സൈനുൽ അബീദ്, ദാവൂദ് മുഹമ്മദ്, ഫൈസൽ മലക്കാരൻ, ഹാരിസ് മാട്ടൂൽ, O മൻസൂർ, K ആലിക്കുഞ്ഞി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കണ്ണൂർ 1 പഴയങ്ങാടി.